നമസ്കാരം. അപ്പോൾ ഹൂത്തികൾ യുദ്ധക്കളത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഇനി ഇറാൻ തകർക്കും എന്നാണ് കേരളത്തിലെ ഇറാനിയൻ ഘടകം പരമോന്നത നേതാവിനെ വാപ്പമാരായി കരുതുന്ന, അല്ലെങ്കിൽ പരമോന്നത നേതാക്കളെ വാപ്പമാരായി കരുതുന്ന, പുതിയ വാപ്പമാരായി കരുതുന്ന കേരളത്തിലെ ഇറാനിയൻ ഘടകം തുള്ളിച്ചാടിക്കൊണ്ട് പറയുന്നത്. അപ്പോൾ ഈ ഹൂത്തികളുടെ പ്രസക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഹൂത്തി, ഹിസ്ബുള്ള, ഹമാസിന് ഒരു തരത്തിൽ ഈ ഹൂത്തിയും ഹിസ്ബുള്ളയും എന്തായാലും ഇറാൻ്റെ അവിഹിത സന്താനങ്ങളാണ്. കാരണം ഇസ്രായേലിനെതിരെ അല്ലെങ്കിൽ അവർക്കെതിരെ പ്രവർത്തിക്കുന്ന ഇസ്രായേലോ അമേരിക്കയോ പോലുള്ള ശക്തികൾക്കെതിരെ പ്രോക്സി വാറുകൾ നടത്താൻ, ഒളിയുദ്ധങ്ങൾ നടത്തുവാൻ, നിഴൽ യുദ്ധങ്ങൾ നടത്തുവാൻ വേണ്ടി ഇറാൻ തീറ്റിപ്പോറ്റി ലെബനൻ, യമൻ പോലുള്ള രാജ്യങ്ങളിൽ, പ്രശ്നബാധിതമായി തകർന്നടിഞ്ഞു കിടക്കുന്ന രാജ്യങ്ങളിൽ വളർത്തി വലുതാക്കി വച്ചിരിക്കുന്ന ഭീകരവാദ സംഘടനകളാണ് ഹിസ്ബുള്ളയായാലും ഹൂത്തികളായാലും. ഹൂത്തി വിമതന്മാരെന്നൊക്കെ ഒരു പ്രാസത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഗാംഭീര്യത്തിന് വേണ്ടിയിട്ടോ പറയാമെങ്കിലും, അല്ലെങ്കിൽ സിറാജ് പോലുള്ള പത്രങ്ങളോ അല്ലെങ്കിൽ സുപ്രഭാതം പോലുള്ള പത്രങ്ങളോ ഒക്കെ പറയുമെങ്കിലും, അടിസ്ഥാനപരമായി ഇസ്ലാമിക ഭീകരവാദികളാണ് ഈ ഹൂത്തികളും ഹിസ്ബുള്ളയെ പോലെ തന്നെ. ഈ ഇറാന് മേൽ ഇസ്രായേലും അമേരിക്കയും യുദ്ധം തുടങ്ങിയപ്പോൾ ലോകം മുഴുവൻ എന്തായിരിക്കും അതിൻ്റെ പരിണാമം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു കണക്കുകൂട്ടൽ നടത്തിയിരുന്നു. ഇറാൻ്റെ പ്രതിരോധം ഇത്രത്തോളം നീളും എന്നുള്ള കാര്യത്തിൽ കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടൽ ഇസ്രായേലിനും ഉണ്ടായിരുന്നില്ല. ഇസ്രായേലിനുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഉണ്ടായിരുന്നില്ല എന്ന ഒരു വാദത്തിന് വേണ്ടി നമുക്ക് സമ്മതിക്കാം. അമേരിക്കയ്ക്ക് തീരെ ഉണ്ടായിരുന്നില്ല. കാരണം ഡൊണാൾഡ് ട്രംപിനെ പോലുള്ളൊരു ഭരണാധികാരി മുകളിലിരിക്കുമ്പോൾ പ്രത്യേകിച്ച് എന്ത് കാര്യത്തിലേക്കും എടുത്തു ചാടി കഴിഞ്ഞിട്ട് നീന്തൽക്കുളത്തിൽ വെള്ളമുണ്ടോ എന്ന്, ഡൈവിംഗ് ബോർഡിൽ നിന്ന് എടുത്തു ചാടി കഴിഞ്ഞ് നീന്തൽക്കുളത്തിൽ വെള്ളമുണ്ടോ എന്ന് നോക്കുന്ന ഒരു മനുഷ്യനാണ് ഡൊണാൾഡ് ട്രംപ് എന്നാണ് ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന അദ്ദേഹത്തെ സംബന്ധിച്ചൊരു ചിത്രം. അപ്പോൾ അദ്ദേഹത്തിന് വലിയ കണക്കുകൂട്ടലുകളൊന്നും ഉണ്ടായിരുന്നില്ല. അമേരിക്കൻ സൈനിക വിദഗ്ധർക്കുണ്ടായിരുന്നു. അത് സംബന്ധിച്ചുള്ള ഒരു വിശദമായിട്ടുള്ള ചർച്ച വേണമെങ്കിൽ നമുക്ക് പിന്നീടൊരു അവസരത്തിലാകും. ഇപ്പോൾ പറഞ്ഞു വന്നത് ഹൂത്തികളെക്കുറിച്ച് ആയതുകൊണ്ട് അതിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഈ ഒരു പ്രതിരോധം ഇറാൻ നടത്തുന്നുണ്ട്. അപ്പോൾ എത്തരത്തിലുള്ളൊരു പ്രതിരോധമാണ്? കൃത്യമായിട്ടുള്ള ലക്ഷ്യത്തെ കൃത്യമായി മുന്നിൽ കണ്ടുകൊണ്ട് ആസൂത്രിതമായ ഒരു പ്രിസൈസ് സ്ട്രൈക്ക് ആണോ ഇറാൻ നടത്തുന്നത്? അല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ മുറിവേറ്റ് ഏതാണ്ട് മരണാസന്നമായിട്ടുള്ള ഒരു ഭീകരജീവി, നിരവധി കരങ്ങളുള്ള ഒരു ഭീകരജീവി, ആ കരങ്ങളെല്ലാം ഇട്ട് മരണവെപ്രാളത്തിൽ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ അടികൾ എവിടെയെങ്കിലുമൊക്കെ പോയി കൊള്ളുന്നു. അതുകൊണ്ട് അവരുടെ പ്രതിരോധമായി കാണുന്നു. കാരണം പ്രതിരോധമെന്ന് സത്യത്തിൽ പറയുന്നത് എന്തിനെയാണ്? അവരുടെ രാജ്യം ഏതാണ്ട് ദൈനംദിനം അടിച്ച് നിരപ്പാക്കി അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകളെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. അമേരിക്ക അതിന് സഹായകരമായിട്ട് നിൽക്കുന്നു. ഇസ്രായേൽ കൃത്യമായിട്ടുള്ള ആക്രമണങ്ങളിലൂടെ അവരുടെ ഓരോ സൈനിക സംവിധാനങ്ങളും തകർത്തുകൊണ്ടിരിക്കുകയാണ്. ശരിയാണ്, മരുഭൂമിയിൽ ഈ മിസൈലുകൾ ലോഞ്ച് ചെയ്യാനുള്ള മിസൈൽ ലോഞ്ചറുകൾ, മൂവബിൾ മിസൈൽ ലോഞ്ചറുകൾ എന്ന് പറയും, വാഹനങ്ങളിൽ ഘടിപ്പിക്കുവാൻ സാധിക്കുന്ന മിസൈൽ ലോഞ്ചറുകൾ കൊണ്ട് പലയിടങ്ങളിലായി ഒളിച്ചോ അല്ലെങ്കിൽ ഒരു ആക്രമണം നടത്തിയതിനു ശേഷം നിമിഷ നേരം കൊണ്ട് അവിടുന്ന് മാറിയോ ഒക്കെ അവർ അവരുടെ സംവിധാനങ്ങളെ പലതിനെയും സംരക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇത് പ്രതിരോധമല്ല. ഒരു ലക്ഷ്യബോധമില്ലാത്ത ആക്രമണങ്ങൾ നടത്തുവാൻ വേണ്ടി മാത്രമേ ഇത്തരം സംവിധാനങ്ങൾ അവർക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. പ്രിസൈസ് സ്ട്രൈക്കിനുള്ള യാതൊരു സംവിധാനവും ഇറാനിൽ നിലനിൽക്കുന്നില്ല. എന്നിരുന്നാലും ഇത്രയും ദിവസം യുദ്ധം നീട്ടിക്കൊണ്ടു പോകുവാൻ അവർക്ക് സാധിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. അത് അംഗീകരിക്കുമ്പോഴും ഈ ഹൂത്തികൾ രംഗത്തിറങ്ങിയതിനെ നമ്മുടെ കേരളത്തിലെ ഇറാനിയൻ പരമോന്നത വാപ്പ ഘടകം പറയുന്നത് പോലെ ഒരു യുദ്ധത്തിൻ്റെ വഴിത്തിരിവായി കാണേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ കാണേണ്ടതുണ്ട്. പക്ഷേ അവരുദ്ദേശിക്കുന്ന രീതിയിലല്ല. അവർ പറയുന്നത് ചെങ്കടലിനി അടച്ച് ഹൂത്തികൾ താണ്ഡവമാടും. ഹോർമൂസ് കടലിടുക്ക് ഇപ്പോൾ തന്നെ ഇറാൻ അടച്ചു കഴിഞ്ഞു. ചെങ്കടലും കൂടി അടച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ലോകമാകെ സ്തംഭിക്കും. അതോടുകൂടി അമേരിക്ക പിൻവാങ്ങുവാനും ഇസ്രായേൽ പരാജയം സമ്മതിച്ച് തലകുനിക്കുവാനും നിർബന്ധിതരാകും. ഇതെല്ലാമാണ് അവരുടെ ആശകൾ. പക്ഷേ ഇതിൻ്റെ ഒരു വെളിവാകുന്ന ചിത്രം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വിദഗ്ധന്മാരും ഇൻ്റലിജൻസ് വിദഗ്ധന്മാരും സൈനിക വിദഗ്ധന്മാരും പറയുന്നൊരു കാര്യം, ഇറാൻ്റെ ഒരു വല്ലാത്തൊരു മരണവെപ്രാളമാണ് ഇത് കാണിക്കുന്നത്. കാരണം ഇറാൻ ആദ്യമേ പദ്ധതിയിട്ടിരുന്നത് ഇത്തരത്തിലുള്ള ലക്ഷ്യബോധമില്ലാത്ത, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കയ്യും കാലും ഇട്ടടിച്ചുള്ള ആക്രമണങ്ങൾ നടത്തുന്നതിനിടയിൽ ഇസ്രായേലിനെതിരെ പ്രത്യേകിച്ചും ഹിസ്ബുള്ള പോലൊരു ഘടകത്തെ ലെബണനിൽ നിന്ന് സജീവമാക്കി മറ്റൊരു പോർമുഖം തുറക്കാമെന്നുള്ളതായിരുന്നു ഇറാൻ്റെ ആദ്യ പദ്ധതി. ആയത്തുള്ള ഖംനേയും വധിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ യുദ്ധം രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ. പക്ഷേ അത് മുന്നിൽ കണ്ട ഇസ്രായേൽ ആദ്യമേ ചെയ്തത് ലെബനിലുള്ള ഹിസ്ബുള്ളയുടെ നട്ടെല്ലങ്ങ് തകർത്തു. ഹിസ്ബുള്ളയ്ക്ക് ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുവാൻ പോയിട്ട് ഹിസ്ബുള്ളയിൽ ആരൊക്കെ ബാക്കിയുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച് പോലും ഒരു വിവരവും ലഭ്യമല്ല. ഹിസ്ബുള്ള ഏതാണ്ട് ഹമാസിനെ പോലെ തന്നെ പൂർണ്ണമായും തകർന്നടിഞ്ഞൊരവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഹൂത്തികളെ രംഗത്തേക്ക് ഇറക്കുവാൻ ഇറാൻ നിർബന്ധിതരായിരിക്കുന്നത്. ഇറാൻ്റെ
ഞാൻ പറഞ്ഞല്ലോ, അവിഹിത സന്തതികൾ തന്നെയാണ് ഹിസ്ബുള്ളയും ഹൂത്തികളും. ഈ ഹൂത്തികളെ ഇപ്പോൾ രംഗത്തിറങ്ങി. ഹൂത്തികൾക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും? ഇറാൻ്റെ കൈവശമുള്ള ഡ്രോണുകൾ അവരിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ ചെങ്കടലിൽ ചിലപ്പോൾ ഈ പറയുന്ന രീതിയിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുവാൻ അവർക്ക് സാധിക്കും. പക്ഷേ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആക്രമണം അവർ ഏതെങ്കിലും ഒരു കപ്പലിന് നേരെ നടത്തിയാൽ, അമേരിക്കയുടെ കപ്പലിന് നേരെ ആയിക്കോട്ടെ, യമനിലും ലെബനനിലും അവരുടെ താവളങ്ങൾക്ക് നേരെ ഉണ്ടാകുവാൻ പോകുന്ന ആക്രമണങ്ങൾ അതിരൂക്ഷമായിരിക്കും. ഏതാണ്ട് പൂർണ്ണമായി തന്നെ ആ രാജ്യങ്ങളിലെ ആ ഭാഗങ്ങൾ തകർന്നടിയുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാകും. അത് ഇറാനും വ്യക്തമായിട്ടറിയാം. പക്ഷേ ഇതൊരു അവസാന നിലവിളി പോലുള്ള ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള ഒരു ശ്രമമാണ് എന്ന് ആണ് സൈനിക വിദഗ്ധർ കാണുന്നത്. ഇനി ഇത് യുദ്ധത്തിൻ്റെ ഒരു ഗതിയെ എങ്ങോട്ട് തിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് ഒരു ചോദ്യം ഉയരുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ളൊരു ചിത്രം ഇപ്പോഴും ലഭ്യമല്ല എന്നുള്ളതാണ് സത്യം. എന്നുവെച്ച് വീണ്ടും ഇറാനിയൻ പരമോന്നത നേതാവ് പരമോന്നത വാപ്പ ഘടകം കേരളത്തിലുണ്ടല്ലോ, അവർ ആഹ്ലാദിക്കേണ്ട ഒരു കാര്യവും അതിലില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇതിൻ്റെ ഗതി എങ്ങോട്ട് തിരിഞ്ഞാലും അതൊരു തരത്തിലും ഇറാനിലെ ഇപ്പോഴുള്ള ഭരണകൂടത്തിന് അനുകൂലമായ സ്ഥിതി ആയിരിക്കില്ല. ഇപ്പോഴുള്ള ഭരണകൂടത്തിന് സംഭവിക്കാൻ പോകുന്നത് അവരിൽ ഓരോരുത്തരെയായി തിരഞ്ഞു പിടിച്ച് വധിക്കുവാനുള്ള പദ്ധതികൾ ഇസ്രായേൽ കൃത്യമായി തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിനൊരു മന്ദഗതി നേരിട്ടിരിക്കുന്ന ആ ശ്രമങ്ങൾക്കും അത്തരത്തിലുള്ള ആക്രമണങ്ങൾക്കും ഒരു മന്ദഗതി ഉണ്ടായിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം അവന്മാർക്ക് ബുദ്ധി വെച്ചു എന്നുള്ളതാണ്. അവന്മാർക്ക് എങ്ങനെ ബുദ്ധി വെച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുൻപ് ഈ അലി ലാരിജാനി എന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു, അവരുടെ പ്രതിരോധത്തിൻ്റെ മുഖമായി ധീരനായ നേതാവ്. ഈ ലോകത്ത് കുറേ ഈ നമ്മുടെ കേരളത്തിലുള്ളതുപോലെ തന്നെ ഈ വാപ്പാ ഘടകങ്ങൾ ലോകത്ത് അങ്ങോളം ഇങ്ങോളമുണ്ട്. അവർ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇയാളെ അങ്ങ് പുകഴ്ത്തി തള്ളി. നെതന്യാഹു ഭീരു, ബങ്കറിൽ ഒളിച്ചു, അല്ലെങ്കിൽ നെതന്യാഹു മരിച്ചു, ഇപ്പോൾ AI മാത്രം ജീവിക്കുന്നു, ലാരിജാനി സാബിനെ നോക്കൂ, ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി അങ്ങ് മേഞ്ഞ് നടക്കുകയാണ്, ധീരൻ, ശൂരൻ, ചെങ്കീരി എന്നൊക്കെ പറഞ്ഞ് പുകഴ്ത്തി. ആ പുകഴ്ത്തലുകൾ കേട്ട് അതിൽ മതിമയങ്ങി ഇവന്മാർ പൊതുവേദികൾ പ്രത്യക്ഷപ്പെടും. ഇസ്രായേലിന് വലിയ പണിയൊന്നുമില്ല, കൃത്യമായിട്ട് പ്രിസൈസ് സ്ട്രൈക്കിലൂടെ ഇവന്മാരെ ഹൊറിഫൈഡ് ആക്കും. അതായിരുന്നു നടന്നുകൊണ്ടിരുന്ന ഒരു പ്രക്രിയ. ഇപ്പോൾ വൈകിയ വേളയിലാണെങ്കിലും ഇവന്മാർക്ക് ബുദ്ധി ഉദിച്ചു. ഇവന്മാരിപ്പോൾ ഈ പുകഴ്ത്തലുകളൊക്കെ കേട്ടാൽ നിനക്കൊക്കെ മതിയായിട്ടില്ലല്ലേ എന്ന് ഇന്നസെൻ്റ് ചോദിച്ചതുപോലെ മനസ്സിൽ ചോദിച്ചുകൊണ്ട് പതുങ്ങിയിരിക്കുന്നിടത്ത് തന്നെ പതുങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ആ പതുങ്ങിയിരിക്കുന്ന ഇടങ്ങൾ കണ്ടെത്തുവാനുള്ള കാലതാമസമാണ് ഇപ്പോൾ ഈ ആക്രമണങ്ങൾ, അതായത് കൃത്യമായ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ ഒരു മന്ദഗതിയിൽ പോകുന്നതിൻ്റെ പ്രധാന കാരണം. ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണങ്ങളുടെ കാര്യമാണ് പറയുന്നത്. അതേസമയം ഇറാൻ്റെ ഭാഗത്തു നിന്ന് UAE പോലുള്ള രാജ്യങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ ഇപ്പോൾ രൂക്ഷമാകുന്നുണ്ട്. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള ആക്രമണം, ബാലിസ്റ്റിക് മിസൈലുകൾ ഏതാണ്ട് 8 എണ്ണം ഈ കഴിഞ്ഞ ദിവസം UAE തകർത്തു എന്ന് പറയുന്നു. അതിനേക്കാളും മിസൈലുകളെക്കാളും കൂടുതൽ ഇപ്പോൾ ഡ്രോൺ ആക്രമണങ്ങളാണ് UAE, സൗദി പോലുള്ള രാജ്യങ്ങൾക്ക് നേരെ ഇറാൻ നടത്തുന്നത്. ആ ആക്രമണങ്ങൾ നടത്തുന്നതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം, ആ രാജ്യങ്ങളിൽ നിന്ന് എങ്ങനെയെങ്കിലും അമേരിക്കയ്ക്കെതിരെയുള്ള സ്വരങ്ങൾ ഉയരണം, അതാരിൽ നിന്നെങ്കിലും ഉയരണമെന്നുള്ളൊരാഗ്രഹം അവരിൽ നിലനിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതാണ് അവരുടെ പദ്ധതി. അതുകൊണ്ട് തന്നെയാണ് ബഹ്റിനെയും അവർ ഈ ആക്രമിക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത്. ബഹ്റിനിൽ മോശമല്ലാത്ത രീതിയിലൊരു ഷിയ ജനസംഖ്യ നിലനിൽക്കുന്നുണ്ട്. അവരേതെങ്കിലും തരത്തിൽ തെരുവിലിറങ്ങണം, കുഴപ്പങ്ങളുണ്ടാക്കി ബഹ്റിൻ സർക്കാരിനെ അല്ലെങ്കിൽ ബഹ്റിൻ ഭരണാധികാരികളെ സമ്മർദ്ദത്തിലാക്കണം. അത്തരത്തിൽ അമേരിക്കയ്ക്കെതിരെയുള്ള സ്വരം ആ മധ്യപൂർവ്വ ഏഷ്യയിൽ എവിടെ നിന്നെങ്കിലും ഉയരണം. അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ. ഇസ്രായേലിന് ഇവരെല്ലാം മനസ്സുകൊണ്ടെതിരാണ്, കാരണം ജൂതന്മാരാണല്ലോ, മതഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ശത്രുക്കളാണെന്ന്. പക്ഷേ UAEയും സൗദിയും ഒന്നും ഈ മതഗ്രന്ഥത്തെ കാര്യമാക്കുന്നില്ല എന്നുള്ള രീതിയിലുള്ള ഭരണാധികാരികളാണ് അവിടെ ഉള്ളതെന്നുള്ളത് കൊണ്ട് അവർക്ക് ഇസ്രായേലിനെ ഇറാനേക്കാളും വിശ്വസിക്കാമെന്നുള്ള മനോഭാവമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഒരു കുഴഞ്ഞു മറിഞ്ഞ യുദ്ധതന്ത്രമാണ് അല്ലെങ്കിൽ യുദ്ധമാണ് മധ്യപൂർവ്വ ഏഷ്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ചിത്രത്തിന് വ്യക്തത വരുവാൻ അധികം താമസമൊന്നും വേണ്ട എന്നാണ് സൈനിക വിദഗ്ധർ പറയുന്നത്. ഏതാണ്ട് ഒരു മാസത്തെ സമയത്തിനുള്ളിൽ കൃത്യമായിട്ട് ഇപ്പോഴുള്ള തീവ്ര ചിന്താഗതിക്കാരായ, അതായത് യുദ്ധമെങ്കിൽ യുദ്ധം, അവസാന ശ്വാസം വരെ യുദ്ധമെന്ന് ലോകത്തിൻ്റെ മുമ്പിൽ നെഞ്ച് വിരിച്ചു നിന്ന് പറയുന്ന മണ്ടന്മാരായിട്ടുള്ള, ഹൂറികളെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലെ പുകഴ്ത്തൽ കേട്ട് അതിൽ അഭിരമിക്കുന്ന മണ്ടന്മാരായിട്ടുള്ള ഭരണാധികാരികളെ പൂർണ്ണമായും ഇറാനിൽ ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഈ നമ്മുടെ ഷായുടെ മകനെ തിരികെ കൊണ്ടുവന്ന് സ്ഥാപിക്കുകയൊന്നുമില്ല. അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഇപ്പോഴുള്ള ലോകത്തിൻ്റെ മുമ്പിൽ റാഡിക്കൽ ഗവൺമെൻറ് എന്ന് തന്നെ പറയപ്പെടുന്ന രീതിയിലുള്ള ആളുകളിൽ ഒരു മധ്യവർത്തികളായിട്ടുള്ള, അല്ലെങ്കിൽ അതിൽ സമാധാനപ്രേമികളായിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന്
പാവ സർക്കാരായി അവിടെ സ്ഥാപിക്കും. അതാണ് നടക്കുവാൻ പോകുന്നത്. അതേ നടക്കൂ. ഈ ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തീരുമാനങ്ങളിൽ മാറ്റമുണ്ടാകുമെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഇന്ന് എൻ്റെ പേര് ഡൊണാൾഡ് ട്രംപ് ആണെന്ന് പറയുകയാണെങ്കിൽ നാളെ എൻ്റെ പേര് ഡൊണാൾഡ് ഡ്രംപ് ആണെന്ന് പറഞ്ഞു കളയും, അല്ലെങ്കിൽ എൻ്റെ പേര് നരേന്ദ്രമോദിയാണെന്നും പറഞ്ഞു കളയും അങ്ങേര്. അതുകൊണ്ട് അങ്ങേരുടെ ഭാഗത്തു നിന്ന് എന്ത് പ്രസ്താവനകൾ ഉണ്ടാകുമെന്നുള്ള തീരുമാനങ്ങൾ ആത്യന്തികമായി കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് ഗുണമുണ്ടാകുന്ന രീതിയിലുള്ളൊരു തീരുമാനമേ ഉണ്ടാകുവാൻ അവിടുത്തെ ഒരു ആന്തരിക സംവിധാനമുണ്ട്. അത് സമ്മതിക്കുകയുള്ളൂ. അതിൽ ട്രംപിന് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ വിട്ടേക്കൂ. പക്ഷേ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ളൊരു ഭരണ സംവിധാനം അവിടെ ഉണ്ടാകുന്നത് വരെ ഇടയ്ക്കൊരു വിരാമം അല്ലെങ്കിൽ ഒരു മന്ദഗതി ആക്രമണത്തിലുണ്ടായാൽ പോലും ഈ യുദ്ധം അത്തരത്തിലേ ഇസ്രായേൽ കൊണ്ടുപോവുകയുള്ളൂ. കാരണം ഇത് തുടങ്ങി വെച്ചത് അമേരിക്കയല്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ അമേരിക്കയെ ചെവിക്ക് പിടിച്ച് ഇസ്രായേൽ യുദ്ധത്തിലേക്ക് കൊണ്ടുവന്നതാണ്. അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇത് തുടങ്ങിയത് ഇസ്രായേലാണ്. ഒരു പരിധിവരെ ഇത് അവസാനിപ്പിക്കുവാനുമുള്ള ഒരു താക്കോൽ ഇസ്രായേലിൻ്റെ കയ്യിലാണ്. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ മറ്റൊരു സമാധാന ചർച്ചകളെയൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വരുമ്പോൾ സൗദിക്കും ഭാരതത്തിനും മുഹമ്മദ് ബിൻ സൽമാനും നരേന്ദ്രമോദിക്കും വലിയ കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് ചെയ്യുവാൻ സാധിക്കും. പക്ഷേ ആക്രമണത്തെ സംബന്ധിച്ച് അവസാന തീരുമാനം ഇസ്രായേലിൻ്റെ കയ്യിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് വീണ്ടും പറയുന്നു, ഹൂത്തികൾ കളത്തിലിറങ്ങി എന്ന് കണ്ട് ഇറാനിയൻ പരമോന്നത നേതാവിനെ വാപ്പമാരായി കാണുന്ന, അല്ലെങ്കിൽ പരമോന്നത നേതാക്കന്മാരെ വാപ്പമാരായി കാണുന്ന കേരള ഘടകം അധികം സന്തോഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല. അതൊന്ന് പറയണമെന്ന് തോന്നി. തൽക്കാലം ഇത്രയും മാത്രം. വീണ്ടും കാണാം. നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.